അസ്സലാമലൈക്കും. ഇപ്പം നമുക്ക് വാർത്തകളിലൊക്കെ ഷഹബാസ് എന്ന പൊന്നുമോൻ്റെ മരണത്തിൻ്റെ കാരണങ്ങളും അവരുടെ പ്രതികളെയും മാത്രമാണല്ലോ ഇപ്പം നമ്മൾ വാർത്തകൾ മൊത്തം കേൾക്കുന്നത്. അതിലൊരു വാർത്ത കേട്ടു, മക്കൾ നല്ലത് പഠിക്കണം, വീട്ടിൽ നിന്നാണോ അത് സ്കൂളുകളിൽ നിന്നാണോ എന്ന്. എവിടെ നിന്നായാലും, സ്കൂളായാലും വീടുകളിൽ നിന്നായാലും നമ്മൾ മക്കളെ ആദ്യം അധ്യാപകരായാലും നമ്മളായാലും പഠിപ്പിക്കേണ്ടത് ദയ, സ്നേഹം, ബഹുമാനം എന്നീ കുറച്ച് വാക്കുകളല്ലേ. അത് അവർക്ക് അറിയണം. അത് എങ്ങനെയാണ്, ഒരു ദയ എന്താണ്, ഒരാൾക്ക് എന്തെങ്കിലും അപകടം പറ്റുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമുക്ക് ദയ തോന്നില്ല. അത്രയും പെട്ടെന്ന് രക്ഷിക്കണമല്ലേ, അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കണമെന്ന്. അതേപോലെ സ്നേഹം, നമ്മളെ താഴെയുള്ളവരെ എന്നുവെച്ചാൽ മക്കളെ താഴെയുള്ളവരോട് സ്നേഹം, അതാണ് അവർ ബഹുമാനമായിട്ട് കാണിക്കുന്നത്. പിന്നെ മുതിർന്നവരെ ബഹുമാനിക്കണം. ഇത് വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിക്കണം, സ്കൂളിൽ നിന്ന് തന്നെ പഠിപ്പിക്കണം, അങ്ങനെ ഒന്നുമില്ല, രണ്ട് സ്ഥലത്തൊന്നും നിന്നും പഠിപ്പിക്കാം. അതുപോലെ വേറൊന്ന് കേട്ട്, തിരിച്ച് അധ്യാപകർക്ക് വടി നൽകും. അത് ഏറ്റവും വലിയൊരു കാര്യമല്ലേ. അധ്യാപകർ ഒരു അടിയെങ്കിലും അടിക്കണം. അത് നന്നാവാൻ തന്നെ ആയിരിക്കും. മക്കൾക്ക് അധ്യാപകരെ ഫ്രണ്ട് ആവണം, വേണ്ടാന്ന് പറയില്ല. പക്ഷെ അതിലുപരി അധ്യാപകരെന്നുള്ളൊരു ചെറിയൊരു പേടിയും വേണം. കാരണം നമ്മളെ അധ്യാപകരാണ്, നമുക്ക് എപ്പോഴും ഓർക്കാനുള്ളൊരു അധ്യാപകരാണ് അവർ, അല്ലേ. എപ്പോഴും നമ്മൾ ഓർമ്മയിലുണ്ടാകുന്ന ഒരു അധ്യാപകരാണ്. അവരൊരു അടി ഒന്നും സംഭവിക്കില്ല. പിന്നെ അത്രയും ക്രൂരമായി അടിക്കണം, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു എനിക്കറിയില്ല. പക്ഷേ നമ്മളൊക്കെ അടി കിട്ടി വളർന്നവരെന്നല്ലേ. ഇത്രയും വലുതായി നമ്മളെ മക്കൾക്കും ഒരടിയൊക്കെ കിട്ടണം. അപ്പം നമ്മൾ അടിക്കുന്നില്ലേ നമ്മളെ മക്കളെ? എന്തെങ്കിലും കുരുത്തക്കേടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു അടി അടിക്കാത്ത ആരും ഉണ്ടാവില്ല. ഇന്ന് ഒരു ഉമ്മയും ഒരടി അടിക്കാത്ത മക്കളുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഒരു അടിക്കണം അധ്യാപകർ. അത് ശരിയാണോ തെറ്റാണോ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാണ്. പക്ഷെ ആ പൊന്നുമോൻ്റെ കുടുംബത്തിന് പടച്ചോന് അത് സഹിക്കാനുള്ളൊരു ക്ഷമ പടച്ചോൻ നൽകട്ടെ. എന്തായാലും ആ പൊന്നുമോൻ്റെ കുടുംബത്തിന് നീതിയും എന്തായാലും ലഭിക്കണം. ഇനി ഒരിക്കലും ഇങ്ങനെ, ഇതിപ്പോൾ വാർത്തകൾ കുറച്ച് ദിവസങ്ങളോളം ഉണ്ടാവും, പിന്നെ അത് കഴിഞ്ഞ്. പക്ഷെ ആ കുടുംബത്തിൻ്റെ വേദന എന്നും വേദനയായിട്ടുണ്ടാവും. വാർത്തകൾ കുറച്ച് കഴിഞ്ഞാൽ അടുത്ത വാർത്തകൾ തേടിപ്പോവും. പക്ഷെ ആ കുടുംബത്തിൻ്റെ നോവും വേദനയും ഒരിക്കലും മറക്കില്ല. അവരുടെ മരണം വരെ അതെപ്പോഴും ഉണ്ടാവും. പ്രത്യേകിച്ച് ഇങ്ങനെ മരണപ്പെട്ടതുകൊണ്ട് എന്തായാലും ഉണ്ടാവും. സാധാ ഒരു മരണപ്പെടൽ തന്നെ നമുക്ക് എത്രത്തോളം സങ്കടമുണ്ട്. അപ്പം ഇങ്ങനെ മരണപ്പെടുമ്പോൾ എത്രത്തോളം ഉണ്ട്. ഈ റമദാൻ മാസത്തിൻ്റെ പുണ്യം കൊണ്ട് അവർക്ക് അത് തരണം ചെയ്യാൻ പഠിച്ചോന് ഒരു ശക്തി തന്നെ കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.